ഇപ്പോൾ ചേട്ടന് ഏറ്റവും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു അനുഭവമോ കാര്യങ്ങളോ ഉണ്ടോ, അല്ലെങ്കിൽ ഇത്തിരി പേടിച്ചു പോയിട്ടുള്ള ഒരു സന്ദർഭമോ കാര്യങ്ങളോ ഉണ്ടോ? പേടിച്ചതുണ്ടായിട്ടുണ്ട്. നമ്മള് എൻ്റെ വീടിൻ്റെ അടുത്ത് എളമക്കരയിൽ ഒരു അണലീൻ്റെ കേസ്. അവര് എന്നോട് പറഞ്ഞത് എൻ്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായി, എന്നോട് പറഞ്ഞാലുള്ളൊരു തെറ്റുണ്ടായി. അത് പറഞ്ഞ് വട്ടത്തിൽ വളയുള്ള പാമ്പെന്ന് പറഞ്ഞു. അപ്പോൾ ചുവർപ്പാമ്പ് ആവശ്യമില്ലാത്ത പാമ്പാന്നുള്ള മുൻധാരണയോടുകൂടി ഞാനിങ്ങനെ ചെടിയുടെ ഇടയിൽ ഇങ്ങനെ കൈ മാറ്റുമ്പോൾ നല്ല വലിപ്പമുള്ള ഒരു അണലിയാണ്. അണലിയുടെ അറിയാലോ, പുള്ളി ചാടിക്കടിക്കും. ആ ഒരു അറ്റ സെക്കൻഡിൽ ഞാൻ ശരിക്കും പേടിച്ചിട്ടുണ്ടായി. അതുകൊണ്ട് കൂടി പിന്നെ ഏത് പാമ്പെന്ന് പറഞ്ഞാലും നമ്മൾ ആ മുൻധാരണ മാറ്റി വിഷമുള്ളതാണെങ്കിൽ ആ രീതിയിലേ പോകുള്ളൂ. പിന്നെ ഒരു അനുഭവം ഈ അടുത്തൊരു വീട്ടിൽ റെസ്ക്യൂ പോയപ്പോഴാണ്. വളരെ നമ്മളൊക്കെ ജീവിക്കുന്ന ഒരു സ്വർഗത്തിലാണെന്ന് തോന്നുന്നു. അവിടെ ചെല്ലുന്ന സമയത്ത് ഓടിട്ട വീട്, വളരെ അതായത് ഇടിഞ്ഞു പൊളിഞ്ഞാറിയ വീടാണ്. അവരെ അടുക്കളയിൽ നിന്ന് ഒരു ഹോള് പോയിട്ട് ബെഡ്റൂമിൻ്റെ അകത്ത് വരെ ഉണ്ട് എലി മാന്തിയിട്ട്. അതിൻ്റെ അകത്ത് 2 കുഞ്ഞുങ്ങൾ, 2 പെൺകുഞ്ഞുങ്ങളും ഉണ്ട്. ആ ചേട്ടൻ, ചേച്ചി, ആ അമ്മയുണ്ട്. അവർ നമ്മൾ കുടുംബമൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അവിടെ ഒന്നും ചെയ്യാനും പറ്റില്ല. അതിൻ്റെ ഇടയിലാണ് അവർ ജീവിക്കുന്നത്. ആ ഒരു ഒരു മുറി 2 മുറി ഹാളുള്ള വീട്ടിൽ ആണ് അവർ ജീവിക്കുന്നത്. അതിനെ എന്തൊക്കെ ചെയ്താലും തറ പൊളിക്കാണ്ട് പാമ്പിനെ എടുക്കാൻ പറ്റില്ല. പിന്നെ എന്നെ കൊണ്ട് ചെയ്യാമെന്ന് വെച്ചാൽ ആ ഭാഗം അടച്ചിട്ട് പോരാന്ന് മാത്രമേ ഉള്ളൂ. അടച്ചിട്ട് പോരുകയും ചെയ്തു. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടാറുമില്ല. നമ്മൾ ജീവിക്കുന്ന സ്വർഗത്തിലാണ് ഉള്ളത്. അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ബോധ്യമാണ്. പിടിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പ് രാജവെമ്പാല. രാജവെമ്പാല റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി അകുമ്പേല് പുള്ളി അജയഗിരിയുടെ കൂടെ പോയിട്ട്